നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യതാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. പൂരൂരുട്ടാതി. പൊതുവെ എല്ലാ കാര്യത്തിലും ശ്രദ്ധ വർദ്ധിക്കുന്ന ഒരു കാലമാണ്. ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കും. തൊഴിൽ രംഗത്ത് ഉന്നത വിജയം കൈവരിക്കുന്നതിന് സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. വാഹന സംബന്ധമായ ചെലവുകൾ അധികരിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന കാലം കൂടിയാണ്. പൊതുപ്രവർത്തന രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. വിദേശ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർ അത് തരണം ചെയ്യും. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്യും. മാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും സുബ്രഹ്മണ്യസ്വാമിയെ തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇവർക്ക് വളരെ അത്യാവശ്യമാണ്. കൂടാതെ പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ കൂടി ഇപ്പോൾ ശനി വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ പറഞ്ഞ ഫലത്തിനേക്കാൾ കൂടുതലായി ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചെറിയ വീഴ്ച, പരിക്ക് എന്നിവ ഉണ്ടാവാതെ എപ്പോഴും ജാഗരൂകരായി ഇരിക്കേണ്ടതാണ്. എല്ലാ ശനിയാഴ്ചകളിലും ശാസ്താക്ഷേത്ര ദർശനം നടത്തുക, ശാസ്താവിനെ ഭജിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് ഗുണകരമായിരിക്കും.